മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ x by x square plus 3x plus 2 dx. x by x square plus 3x plus 2 എന്ന ഫംഗ്ഷനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാവുന്ന വിധത്തിലേക്ക് അതിനെ കൺവെർട്ട് ചെയ്യാം. എങ്ങനെയാ കൺവെർട്ട് ചെയ്യുക? x by x square plus 3x plus 2. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x by x square plus x plus 2x plus 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബൈ ഇതിൽ നിന്ന് എക്സ് പുറത്തെടുത്ത് കഴിയുമ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു ഇവിടെ നമുക്ക് 2 പുറത്തെടുത്ത് കഴിയുമ്പോൾ എന്താ കിട്ടുക? എക്സ് പ്ലസ് 1. രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? എക്സ് പ്ലസ് 1 ഉണ്ട്. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ള എക്സ് പ്ലസ് 1 നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പൊ പുറത്തെടുക്കുമ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എന്തായിട്ട് ചെയ്തു? എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നാക്കി. എങ്ങനെയാണ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ആക്കിയത്? ഈ 3x എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്തു. 3x പ്ലസ് 1 എന്ത് ചെയ്തു? 3x എന്ത് ചെയ്തു? 3x നെ x പ്ലസ് 2x ആക്കി. x പ്ലസ് 2x ആക്കിയതിനു ശേഷം ഈ x സ്ക്വയർ പ്ലസ് x ഗ്രൂപ്പ് ആയിട്ട് എടുത്തു. ആ x സ്ക്വയർ പ്ലസ് x കോമൺ ആയിട്ട് എന്താ ഉള്ളത്? x ഉണ്ട്. ആ x പുറത്തെടുത്തപ്പോൾ എന്ത് കിട്ടി? x ഇൻറ്റു എക്സ് പ്ലസ് 1. രണ്ടാമത്തേലും മൂന്നാമത്തേലും നാലാമത്തേലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 2 ഉണ്ട്. 2 പുറത്തെടുത്ത് x പ്ലസ് 1. അങ്ങനെ നോക്കിയപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? x പ്ലസ് 1 ഉണ്ട്. അപ്പൊ x പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പൊ x ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. x ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 is equal to a ബൈ എക്സ് പ്ലസ് 1 പ്ലസ് b ബൈ എക്സ് പ്ലസ് 2. ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. അങ്ങനെ തിരിച്ചു ചെയ്യുമ്പോൾ x is equal to a ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് b ഇൻറ്റു എക്സ് പ്ലസ് 1. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൊത്തം നമ്മൾ ഗുണിച്ചു കഴിയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ x മാത്രം വരും. ഇവിടെ എന്ത് വരും? x പ്ലസ് 1 പോയിട്ട് a ഇൻറ്റു എക്സ് പ്ലസ് 2, ഇവിടെ x പ്ലസ് 2 പോയിട്ട് b ഇൻറ്റു എക്സ് പ്ലസ് 1. ഇനി എന്ത് ചെയ്യണം? പുട്ട് x is equal to -1. x -1 കൊടുക്കുമ്പോൾ എന്ത് വരും? -1 is equal to ഇവിടെ x ന് -1 കൊടുക്കുമ്പോൾ -1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? a. ഇവിടെ എന്തായി പോകും? 0. therefore a യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? -1. a is equal to -1. ഇനി പുട്ട് x is equal to -2 കൊടുക്കുക. x is equal to -2 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കിയേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ -2 is equal to ഫസ്റ്റ് ടൈം 0 ആയി പോകും. സെക്കൻഡ് ടൈം -2 പ്ലസ് 1. -2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -b. -2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -b. therefore b യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? b യുടെ വാല്യൂ. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാം? x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 നെ നമുക്ക് a ബൈ a എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത്? -1 ബൈ എക്സ് പ്ലസ് 1 പ്ലസ് b എത്രയാണ് കിട്ടിയത്? 2 ബൈ എക്സ് പ്ലസ് 2. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് 2 ലോഗ് മോഡ് എക്സ് പ്ലസ് 2. നമ്മുടെ ആൻസർ ആയി. അവസാനം ഒരു പ്ലസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് 2 ലോഗ് മോഡ് എക്സ് പ്ലസ് 2 പ്ലസ് സി. അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെയാ നമ്മൾ ചെയ്തത്? തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാവുന്ന വിധത്തിലേക്ക് മാറ്റിയെടുത്തു. അതിന് മാറ്റിയെടുക്കാനായിട്ട് എന്ത് ചെയ്തു? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്നുള്ളതിനെ 3x പകരം എന്ത് എഴുതി? എക്സ് പ്ലസ് 2x എഴുതി. എന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഒരു ഗ്രൂപ്പ് ആയിട്ട് എടുത്തു. 2x പ്ലസ് 2 മറ്റൊരു ഗ്രൂപ്പ് ആയിട്ട് എടുത്തു. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് നിന്ന് എന്താണ് പുറത്തെടുത്തത്? എക്സ് ഞാൻ പുറത്തെടുത്തു. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ആയി. അതുപോലെ 2x പ്ലസ് 2 നിന്ന് എന്ത് പുറത്തെടുത്തു? 2 പുറത്തെടുത്തു. അപ്പോൾ എക്സ് പ്ലസ് 1 ആയി. ഈ രണ്ട് ടൈമിലും കോമൺ ആയിട്ട് എന്തുണ്ട്? കോമൺ ആയിട്ട് എക്സ് പ്ലസ് 1 ഉണ്ട്. എക്സ് പ്ലസ് 1 നമ്മൾ പുറത്തെടുത്തപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. അതിനുശേഷം നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a ബൈ എക്സ് പ്ലസ് 1 പ്ലസ് b ബൈ എക്സ് പ്ലസ് 2. then a യും b യും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൊത്തം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x is equal to എന്ത് കിട്ടി? a ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് b ഇൻറ്റു എക്സ് പ്ലസ് 2. ഇനി എന്ത് ചെയ്തു? x ന് -1 കൊടുക്കുമ്പോൾ ഈ ടൈം 0 ആയി പോകും. ഇതെന്താവും? നമുക്ക് a ആവും. ഇതെന്താ? a യുടെ വാല്യൂ -1 കിട്ടും. പിന്നെ x ന് -2 കൊടുക്കുമ്പോഴോ -2 ഇവിടെ വരും. ഈ ടൈം 0 ആവും. ഈ ടൈം എന്താവും? -b ആവും. b യുടെ വാല്യൂ 2 ആവും. അപ്പൊ a യുടെയും b യുടെയും വാല്യൂ കിട്ടി. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a ക്ക് -1 ബൈ എക്സ് പ്ലസ് 1, b ക്ക് 2 ബൈ എക്സ് പ്ലസ് 2. ഇനി അത് നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1 ബൈ എക്സ് dx എന്താണ്? log x ആണ്.
അപ്പോൾ 1 by x plus 1 എന്തായിരിക്കും log x minus log mod x plus 1 plus 2 log mod x plus 2 plus. എല്ലാവരും എഴുതി എടുത്തോ കേട്ടോ. ഓക്കെ ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകട്ടോ. അതൊക്കെ ശരിക്കും എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കൂ കേട്ടോ. എഴുതി തന്നെ പഠിക്കാം. എല്ലാവരും എഴുതിയെടുക്കുക, ചെയ്ത സ്റ്റെപ്സുകൾ കൃത്യമായിട്ട് നോക്കുക. ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് ചെയ്യാവുന്ന രൂപത്തിലേക്ക് അതിനെ കൺവെർട്ട് ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമുക്ക് ചെയ്യാവുന്ന വിധത്തിലേക്ക് തന്നെ കൺവെർട്ട് ചെയ്യാം. കൺവെർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്തേ, എക്സ് സ്ക്വയർ പ്ലസ് 3x plus 2 നമ്മൾ അറേഞ്ച് ചെയ്ത് എങ്ങനെ മാറ്റി, എക്സ് പ്ലസ് 1 into x plus 2 ഫോം ആക്കി. എല്ലാവരും എഴുതിയെടുക്കുക കേട്ടോ, എഴുതിയെടുക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കേട്ടോ. എല്ലാവരും എഴുതിയെടുത്തില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ 1 to 2 1 by x minus 1 by 2x square into e raised to 2x dx. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 1 by x minus 1 by 2x square e raised to 2x dx. ഇതെന്ത് ചോദിച്ചതാണ്? 2020 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിലെ 2x പകരം 2x എന്നുള്ളത് t 2x t ആണെങ്കിൽ 2dx എന്താണ്? 2dx എന്ന് പറഞ്ഞാൽ dt ആണ്. അപ്പോ x എന്നുള്ള വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലോട്ട് കൺവെർട്ട് ചെയ്യും. x മറ്റൊരു വേരിയബിളിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ ലിമിറ്റും മാറും. x = 1 ആവുമ്പോ t സമം എന്തായിരിക്കും? t സമം 2. x = 2 ആവുമ്പോ t സമം എന്തായിരിക്കും? 4. അപ്പൊ പുതിയ ലിമിറ്റ് എന്ത് കിട്ടി? 2 to 4. Therefore let I = തന്നിരിക്കുന്ന I പേര് കൊടുത്തു. I = ഇന്റഗ്രൽ, പുതിയ ലിമിറ്റ് അതാണ് 2 to 4. Then 1 by x എന്നുള്ള എന്താണ്? 2x = t ആണ്. അപ്പൊ 1 by x എന്തായിരിക്കും? x = t by 2. അപ്പൊ x ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? x ന് പകരം t കൊടുക്കാം. അപ്പൊ നമുക്ക് 1 by ഇവിടെ x ന് പകരം t by 2 മൈനസ് 1 by 2 into x ന് പകരം എന്താ കൊടുക്കണ്ടേ? t by 2 the whole square into dx. ഇതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2 to 4 ഈ 2 മുകളിലോട്ട് കയറുമ്പോൾ 2 by t മൈനസ് ഇവിടെ നമുക്ക് 2 into t by 2 whole square എന്നാണ്. 2 into 1 by t by 2 whole square എന്നാണ്. ഓക്കെ, ഇനി ഇവിടെ dx എന്നുള്ളത് എന്താ കിട്ടണേ? dx എന്നുള്ളത് dt by 2. ഇനി 1 by 2 into ഈ 4 മുകളിലോട്ട് കയറും 4 into t square. dx എന്താണ്? dx എന്ന് പറഞ്ഞാൽ dt by 2. dx ന് പകരം dt by 2. ഇനി അടുത്ത സ്റ്റേജിൽ ഇന്റഗ്രൽ 2 to 4 2 by t മൈനസ് ഈ 2 4 നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 by t square into dt by 2. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. that is equal to ഇവിടെ നിന്ന് 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ 2 into ഇന്റഗ്രൽ 2 to 4 1 by t minus 1 by t square into dt by 2. ഈ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു. ഇനി നോക്കാം, ഇന്റഗ്രൽ 2 to 4 1 by t minus 1 by t square dt. അവിടെ നമുക്കൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ ടൈപ്പ്, ഇന്റഗ്രേഷനിലെ ലാസ്റ്റ് ടൈപ്പും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? ആ ടൈപ്പ് നമ്മൾ ഓർത്തിരിക്കണം.
ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഇങ്ങനെ വന്നാൽ നമ്മൾ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഈ ഒരു മെത്തേഡ് നമ്മൾ ഓർത്തിരിക്കുക. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ നോക്കിയേ, 1/t മൈനസ് 1/t സ്ക്വയർ. ഈ 1/t യുടെ ഡെറിവേറ്റീവ് ആണ് എന്ത്? മൈനസ് 1/t സ്ക്വയർ. 1/t എന്ന് പറഞ്ഞാൽ എന്താണ്? t റേസ് ടു മൈനസ് 1 ആണ്. t റേസ് ടു മൈനസ്, അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1 ഇൻറ്റു t റേസ് ടു മൈനസ് 2, ദാറ്റ് ഈസ് മൈനസ് 1/t സ്ക്വയർ. അപ്പൊ 1/t യുടെ ഡെറിവേറ്റീവ് ആണ് മൈനസ് 1/t സ്ക്വയർ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ ഇ റേസ് ടു, അല്ലെ, ഇ റേസ് ടു എക്സിന്റെ സ്ഥാനത്ത് ടി, ഇ റേസ് ടു ടി ഇൻറ്റു 1/t. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എന്താ അപ്ലൈ ചെയ്യേണ്ടത്? 4 അപ്ലൈ ചെയ്യാം. 4 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു 4/4 മൈനസ് 2 അപ്ലൈ ചെയ്യാം. 2 അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? ഇ റേസ് ടു 2/2. നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസർ എന്താണ്? ഇ റേസ് ടു 4/4 മൈനസ് ഇ സ്ക്വയർ ബൈ 2 എന്നാണ് ആൻസർ കിട്ടിയത്. ഇത് 2020 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് ഇന്റഗ്രേഷന്റെ ലാസ്റ്റ് ടൈപ്പ് ആണ്, അതായത് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പൊ ആ ഫോമിലോട്ട് ഇത് നമ്മൾ കൊണ്ടുവരണം. നമ്മൾ ഈ പ്രോബ്ലം ആ ഫോമിലല്ല, ആ ഫോമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സ് എന്നുള്ള വേരിയബിളിനെ ടി എന്ന വേരിയബിളിലോട്ട് കൺവെർട്ട് ചെയ്തു. ടി എന്ന വേരിയബിളിലോട്ട് കൺവെർട്ട് ചെയ്തു. അങ്ങനെ കൺവെർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ എടുത്ത്? 2x ന് പകരം ടി കൊടുത്തു. 2x ന് ടി കൊടുത്തപ്പോ 2dx എന്ത് വന്നു? dt വന്നു. അപ്പൊ dx എന്ത് വന്നു? dt/2 വന്നു. ഇനി x മറ്റൊരു വേരിയബിളിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ ആരും മാറും? ടിയുടെ ലിമിറ്റും പുതിയ ടിക്ക് പുതിയ ലിമിറ്റ് ഉണ്ടാവും. പുതിയ ലിമിറ്റ് എന്താണ്? x1 ആവുമ്പോൾ t = 2, x2 ആവുമ്പോൾ t = 4. അപ്പൊ പുതിയ ലിമിറ്റ് ഏതാണ്? 2 to 4. ആ ലിമിറ്റ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. 1/x ന് വരെ എന്ത് കൊടുക്കുന്നു? 2x = t ആണെങ്കിൽ x = എന്താണ്? t/2. 1/2 into t/2 whole square. ഒന്നും കൂടി ഷേപ്പ് ചെയ്യുമ്പോൾ ഈ 2 മുകളിലോട്ട് കയറും 2/t മൈനസ് ഈ 4 മുകളിലോട്ട് കയറും 4/2 into t². dx ന് വരും dt/2. ഇതിൽ നിന്ന് ഈ 2 4 വെട്ടിക്കളഞ്ഞപ്പോൾ 2 വരും 2/t മൈനസ് 2/t² dt/2. അതിനുശേഷം ഇതിന് 2 പുറത്തെടുക്കുന്നു. ഇവിടെ ഒരു 2 ഉണ്ട്, ആ 2 കട്ട് ചെയ്ത് കളയുന്നു. ഇനി നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? 1/t മൈനസ് 1/t². 1/t എന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? മൈനസ് 1/t². അപ്പോൾ നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം? ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി നമുക്ക് ആ ഫോർമുല ഉപയോഗിക്കാം. ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ റേസ് ടു ടി ഇൻറ്റു 1/t. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ടിക്ക് 4 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 4/4 വരും. ടിക്ക് 2 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 2/2 വരും. ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. എഴുതിയെടുത്തോളൂ കേട്ടോ, എല്ലാവരും എഴുതിയെടുക്കാം. ഓക്കെ, എഴുതിയെടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കണം. ഇതൊക്കെ സ്റ്റാൻഡേർഡ് പ്രോബ്ലംസ് ആണ്, CBSE എക്സാമിനേഷൻ ചോദിച്ച പ്രോബ്ലം ആണ്. ഇത് എഴുതി പഠിക്കണം. നമുക്ക് തന്ന ടൈപ്പിന്റെ ഫോമിലോട്ട് ആക്കിയതിനു ശേഷം വേണം നമ്മൾ ഈ എക്സിന്റെ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലോട്ട് കൺവെർട്ട് ചെയ്യണം. അങ്ങനെ കൺവെർട്ട് ചെയ്യുമ്പോൾ ലിമിറ്റും ചേഞ്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാം, എഴുതി പഠിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? എഴുതി കഴിഞ്ഞാൽ എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? ഏതെങ്കിലും സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അവസാനം കിട്ടുന്ന ആൻസർ എത്രയാണ്? ഇ റേസ് ടു 4/4 മൈനസ് e²/2 എന്നാണ് നമുക്ക് അവസാനം കിട്ടിയ ആൻസർ. നമ്മൾ ചെയ്ത പ്രോസസ് ഒക്കെ നോക്കണം, നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ എന്താണെന്ന് നോക്കണം. ആദ്യം തന്നിരിക്കുന്ന സംഭവത്തെ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോ നമ്മൾ അതിനെ ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലിമിറ്റും മാറ്റണം. അത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ മാറ്റിയതിനു ശേഷമാണ് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ പാകത്തിന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയായി സംഭവം വളരെ ക്ലിക്കായി കേട്ടോ. ഓക്കെ, അപ്പൊ അത് കളയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ value of integral 0 to 1 x into 1 minus x whole raised to n dx. ഇതെന്ന് ചോദിച്ചതാണ് 2020 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. 2020 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 0 to 1 ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇന്റഗ്രൽ 0 to 1 x into 1 minus x whole raised to n dx. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. പുട്ട് 1 minus x എന്നുള്ളത് നമ്മൾ t എന്ന് എടുക്കാം. 1 minus x t ആണെങ്കിൽ x സമയം എന്തായിരിക്കും? that implies x is equal to 1 minus t. ഇനി 1 minus x t ആണെങ്കിൽ minus dx സമയം എന്തായിരിക്കും? dt minus dx. ഇനി ഇതിലേക്ക് മാറ്റാൻ നോക്കാം. ഈ x is equal to 0 ആവുമ്പോൾ t യുടെ വാല്യൂ എത്ര കിട്ടും? 1 കിട്ടും. x is equal to 1 വരുമ്പോൾ t യുടെ വാല്യൂ എത്ര കിട്ടും? 0 കിട്ടും. പുതിയ ലിമിറ്റ് എന്താണ്? 1 to 0 നോക്കാം ട്ടോ. ഇത് നോക്കാം. ഇന്റഗ്രൽ പുതിയ ലിമിറ്റ് 1 to 0 നമ്മൾ x ലോട്ട് കൺവെർട്ട് ചെയ്യാണ്. x ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 minus t. ഇനി 1 minus x ന് പകരം എന്ത് കൊടുക്കാം? t. t raised to then dx ന് പകരം എന്ത് കൊടുക്കാം? minus dt. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ മൈനസ് നമ്മൾ പുറത്തേക്ക് ഇടാം. അപ്പോൾ 1 to 0 1 minus t into t raised to n dt. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോളൂ. ഓപ്പൺ ചെയ്യുമ്പോൾ 1 to 0 1 into t raised to n minus t raised to n plus 1. That is t raised to n നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. t raised to n ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? t raised to n plus 1 by n plus 1. t raised to n ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t raised to n plus 1 by n plus 1 minus ഈ t raised to n plus 1 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? t raised to n plus 2 by n plus 2. ലോവർ ലിമിറ്റ് എന്താണ്? 1 ആണ്. അപ്പർ ലിമിറ്റ് എന്താണ്? 0 ആണ്. ലോവർ ലിമിറ്റ് 1 കിട്ടി, അപ്പർ ലിമിറ്റ് 0. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത പ്രോസസ് നോക്കാം. 1 minus x നാണ് ഞാൻ എന്ത് കൊടുത്തത്? t കൊടുത്തത്. 1 minus x ന് t കൊടുത്തപ്പോൾ x is equal to എന്തായി? 1 minus t ആയി. minus dx എന്തായി? dt ആയി. എന്നിട്ട് നമ്മൾ ഫോർമുലയിൽ കൊടുത്തപ്പോൾ ഇവിടെ minus 1 to 0 1 minus t into t raised to n dt ആയി. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം? minus 1 to 0 t raised to n plus 1 dt എന്നാവും. ഇനി എന്താവും? minus t raised to n plus 1 by n plus 1 minus t raised to n plus 1 by n plus 2. ഇനി ഇതിനെ റിമൈനിങ് പാർട്ട് ചെയ്യാം. റിമൈനിങ് പാർട്ട് ചെയ്യുമ്പോൾ മൈനസ് ഇവിടെ t ക്ക് നമ്മൾ ആദ്യം 0 കൊടുക്കാം. 0 കൊടുത്താൽ ആദ്യത്തെ ടൈം 0 ആയിപ്പോ. അപ്പോൾ 0 ആണ്. ഇവിടെയും 0 മൈനസ് ലോവർ ലിമിറ്റ് 1 കൊടുക്കുമ്പോഴോ 1 raised to n plus 1. 1 ന്റെ മുകളിൽ എന്ത് പവർ വന്നാലും 1 തന്നെയാണ്. അപ്പോൾ 1 by n plus 1 minus 1 by n plus 2. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് പുറത്തുണ്ട്. minus 1 by n plus 1 plus 1 by n plus 2. ഇനി ഒന്നും കൂടി ബ്രാക്കറ്റ് പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? minus 1 by n plus 1 minus 1 by n plus 2. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 1 by n plus 1 minus 1 by n plus 2. ഇത് ഒന്നും കൂടി വേണ്ടി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ n plus 2 minus n plus 1 divided by n plus 1 into n plus 2. ഇതിൽ n നും n നമ്മൾ ക്യാൻസൽ ചെയ്തു. 2 ന്ന് 1 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ എന്താണ്? 1 by n plus 1 into 1 by n plus 2. 1 by n plus 1 into n plus 2 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ x നെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ x നെ മറ്റൊരു വേരിയബിളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. മറ്റൊരു വേരിയബിളിലോട്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്ത്? 1 minus x ന് നമ്മൾ t എന്ന് കൊടുത്തു. 1 minus x ന് എന്താ കൊടുത്തത്? 1 minus x ന് t കൊടുത്തു. 1 minus x t ആവുമ്പോൾ x എന്താവും? 1 minus t. ഇനി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1 minus x is equal to t എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? minus dx is equal to dt. ഇനി നമ്മൾ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. x is equal to 0 ആവുമ്പോൾ t സമയം എന്താവും? 1 ആവും. x is equal to 1 ആവുമ്പോൾ t യുടെ വാല്യൂ എന്താവും? 0 ആവും. അപ്പോൾ പുതിയ ലിമിറ്റ് എന്തായി? പുതിയ ലിമിറ്റ് ലോവർ ലിമിറ്റ് 1 ഉം അപ്പർ ലിമിറ്റ് 0 ആയി.
ലോവർ ലിമിറ്റ് 1 അപ്പർ ലിമിറ്റ് 0 മൈനസ് 1 to 0 1 minus t into t raised to dt. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ t raised to n minus t raised to n plus 1 dt ചെയ്തു. ഇവിടെ t raised to n നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? t raised to n plus 1 by n plus 1 minus t raised to n plus 2 by n plus 2. ലോവർ ലിമിറ്റ് 1 ആണ്, അപ്പർ ലിമിറ്റ് 0 ആണ്. ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ 0 തന്നെയാണ്. 1 കൊടുക്കുമ്പോഴോ മൈനസ് 1 by n plus 1 മൈനസ് 1 by n plus 2. കാരണം ടിക്ക് 1 കൊടുക്കുമ്പോൾ 1 raised to n plus 2 ആയാലും 1 raised to n plus 1 ആയാലും എന്തായാലും 1 തന്നെയാണ്. അപ്പൊ നമുക്ക് മൈനസ് 1 by n plus 1 മൈനസ് 1 by n plus 2. ഇനി എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 1 by n plus 1 പ്ലസ് 1 by n plus 2. പുറത്തൊരു മൈനസ് എടുക്കുന്നുണ്ട്. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 by n plus 1 മൈനസ് 1 by n plus 2. അതിന് ഒന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ n plus 2 മൈനസ് n plus 1 by n plus 1 into n plus 2. അപ്പൊ നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ എന്താണ്? 1 by n plus 1 into n plus 2 എന്നാണ് ആൻസർ കിട്ടുക. ഇത് 2020 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. എഴുതി 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 പഠിക്കണം. ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലേക്ക് അങ്ങോട്ട് പതിഞ്ഞു കയറുള്ളൂ കേട്ടോ. വെറുതെ നിങ്ങൾ വായിച്ച് പഠിക്കരുത്, വെറുതെ നോക്കി പഠിക്കരുത്, വെറുതെ വീഡിയോ കാണുകയും ചെയ്യരുത്. ഒരു ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് ക്വസ്റ്റ്യൻ എഴുതുക. ഓരോ സ്റ്റെപ്പ് എഴുതി 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 പോകും. അങ്ങനെ എഴുതി എഴുതി പോയി കഴിയുമ്പോൾ കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് രസമായിട്ട് മാറും. വളരെ രസകരമായ ഒരു പ്രോസസ് ആയിട്ട് മാറും. മാത്സിന്റെ പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് ഒരു രസകരമായ പ്രോസസ് ആയിട്ട് മാറും. ആ പ്രോസസ്സിലേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ചെയ്ത് 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 പഠിക്കുക കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ.